നമസ്കാരം. 89 ലോക്സഭാ മണ്ഡലങ്ങൾ, 1206 സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടിംഗ് കൃത്യം 7 മണിക്ക് തന്നെ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 89 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ഇന്ന് വിധി എഴുതാൻ പോകുന്നത്. കേരളത്തിലെ 20 സീറ്റിന് പുറമെ കർണാടകത്തിലെ 14 സീറ്റുകൾ, രാജസ്ഥാനിലെ 13 സീറ്റുകൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 8 വീതം സീറ്റുകൾ, മധ്യപ്രദേശ് 7 സീറ്റുകൾ, ബീഹാർ, അസം എന്നിവിടങ്ങളിലെ 5 വീതം സീറ്റുകൾ, ഛത്തീസ്ഗഡിലെയും പശ്ചിമ ബംഗാളിലെയും 3 വീതം സീറ്റുകൾ, ത്രിപുര, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ 1 സീറ്റ്, മണിപ്പൂരിലെ ഒരു മണ്ഡലത്തിലെ ബാക്കിയുള്ള ഏതാനും ചില ബൂത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നത്. കേരളമാണ് മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏക സംസ്ഥാനം. കനത്ത ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് മിക്ക ആളുകളും രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് ലക്ഷദ്വീപിലായിരുന്നു. 83.88% പോളിംഗ് ശതമാനം. ബീഹാറിലായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. അവിടെ 48.88% മാത്രമേ പോളിംഗ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇതേ തുടർന്ന് ഇത്ര കണ്ട് പോളിംഗ് കുറഞ്ഞ സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ എല്ലാവിധ സോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിപാടികൾ തുടങ്ങിയിരുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ ആളുകൾ ഭാഗവാക്കാകേണ്ടതുണ്ട് എന്ന ബോധ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് പരസ്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ മാധ്യമങ്ങളിൽ നൽകി തുടങ്ങിയത്. എന്തായാലും കന്നി വോട്ടർമാരുടെ സാന്നിധ്യവും ഇത്തവണ കാര്യമായി തന്നെ വിലയിരുത്തപ്പെടും. കാരണം കന്നി വോട്ടർമാർ എങ്ങോട്ട് തിരിയും എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അവർക്കിടയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ നടത്തിയ ബോധവൽക്കരണം ഫലം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ആദ്യ മിനിറ്റുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ എന്തായാലും ആദ്യ ഘട്ടത്തിൽ ഈ ബംഗാളിലും മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും മറ്റും സംഘർഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ സംസ്ഥാനങ്ങളൊക്കെയും തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വരുന്നത് കൊണ്ട് തന്നെ കനത്ത സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. ശതമാനം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിൽ വലിയ തീയായിരിക്കും. കാരണം അവർക്ക് സ്വാധീനമുള്ള അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ, അവരുടെ കോട്ടകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ തീർച്ചയായും അത് അവരെ കൂടുതൽ ടെൻഷനിലാക്കുക തന്നെ ചെയ്യും. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റികൾ അടക്കമുള്ള അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തി ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിധിയെഴുത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കനത്ത പോളിംഗ് ആർക്ക് അനുകൂലമാകും എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.